നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ എടമുട്ടം ഹോസ്പീസ് വർക്ക്സ് മാനേജരായി മിഥുൻ വിആറും ഹോസ്പീസ് അക്കൗണ്ട്സ് ഓഫീസറായി ജെനി മാത്യു പിയും നിയമിതരായി. ഇരുവർക്കും ആൽഫ കുടുംബത്തിന്റെ അനുമോദനങ്ങൾ. ആൽഫ കൊല്ലം സെന്ററിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഭാരവാഹികളായി ലിസമ്മ പഞ്ഞിക്കാരൻ പ്രസിഡന്റ്, അജോയ് ജോസ് സെക്രട്ടറി, ഡോക്ടർ അനിരുദ്ധൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് ലിസമ്മ പഞ്ഞിക്കാരൻ കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജ് റിട്ടയർഡ് അധ്യാപികയാണ്. സെക്രട്ടറി അജോയ് ജോസ് സർക്കാർ ആരോഗ്യ വകുപ്പിൽ സ്റ്റേറ്റ് സ്റ്റെയർ വെരിഫിക്കേഷൻ ഓഫീസറായും ട്രഷറർ ഡോക്ടർ അനിരുദ്ധൻ SN കോളേജ് പ്രിൻസിപ്പലായും റിട്ടയർ ചെയ്തു. കൊല്ലം സെന്റർ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഭാരവാഹികൾക്ക് ആൽഫ കുടുംബത്തിന്റെ അനുമോദനങ്ങൾ. ആൽഫ മാള സെന്ററിന്റെ പ്രതിമാസ അവലോകന യോഗം പ്രസിഡന്റ് AA അഷ്റഫിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. സെക്രട്ടറി ലിസി ജോണി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഹർഷാദ് പുളിക്കൽ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഡോക്ടർ രാജു വർഗീസ് ചെയർമാൻ, സന്തോഷ് ആത്തപ്പിള്ളി കൺവീനർ, ഉദയൻ ട്രഷറർ എന്നിവർ ഭാരവാഹികളായ 15 അംഗ കെട്ടിട നിർമ്മാണ കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യനിർവഹണങ്ങൾക്കും നിർമ്മാണ കമ്മിറ്റിയെ അധികാരപ്പെടുത്തി. പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങൾ കമ്മിറ്റി വിലയിരുത്തി. ജോർജ് പള്ളിപ്പാട്ട് സ്വാഗതവും ഷാനു സെയ്തു നന്ദിയും പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.